ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്, ഇപ്പം ഈ അവസ്ഥയിൽ നിങ്ങൾ കണ്ടാൽ ഒട്ടും മനസ്സിലാകാത്ത ഒരു ചെടിയാണ്. ഇത് കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ചെടിയായിരിക്കും. ഇത് ഇപ്പോൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞ് പ്രചാരം നേടിയ ഒരു ചെടിയാണ്. ക്രോട്ടലേറിയ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് പണ്ടൊക്കെ നമ്മുടെ പുരാണങ്ങളിലും വെളിമ്പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പേരിൽ പ്രസിദ്ധി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നാട്ടുമ്പുറത്ത് കലംകുട്ടി, കിലുക്കാമ്പെട്ടി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. നല്ല ഓർക്കിഡിൻ്റെ സ്പൈക്ക് പോലെ നല്ല ധാരാളം മൊട്ടുകൾ താഴേന്ന് മുകളിലോട്ട് ഒരു സൈസിലെ മൊട്ടുകളാണ്. ആദ്യം താഴത്തെ പൂ വിരിയും, അതിനുശേഷം അതിന് മുകളിലോട്ട് ഇങ്ങനെ വിരിയുന്നതാണ്. എന്നിട്ട് ഈ ചെടിക്കകത്ത് ആ പൂവെല്ലാം തീർന്നു കഴിയുമ്പം നല്ല സ്റ്റൈലനൊരു തൈയാണ്, തൈയല്ല, അരിയാണ്, വിത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മളിങ്ങനെ കിലുക്കി നോക്കിയാൽ കിലുങ്ങുന്ന ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ കിലുക്കാമ്പെട്ടി എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ചെടിയായിരുന്നു അത്. ഇപ്പോൾ ഇത് എവിടെയും വാങ്ങിക്കാൻ കിട്ടാതെ നമ്മളിങ്ങനെ പറമ്പ് തോറും ശ്രദ്ധിക്കും. അങ്ങനെ ഞങ്ങളൊരു അമ്പലത്തിൽ പോയപ്പം അവിടെ നിന്നു. ഞാനത് പിഴുതുകൊണ്ട് വന്നു. പക്ഷേ ഒരാഴ്ചയോളം അത് നല്ലതായിട്ട് നിന്നുള്ളൂ. പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോയി. ആ ഉണങ്ങുന്ന സമയത്തേക്ക് അതിൻ്റെ വിത്ത് പാകമായി കിട്ടിയിരുന്നു. ഞാനത് പാകി കിളിപ്പിച്ചതാണിത്. എൻ്റെ ഒരു ആവേശം കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് വിരിഞ്ഞു വന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് വിരിഞ്ഞിട്ടല്ല, നട്ട് വലുതായി കഴിയുമ്പം അതിനകത്ത് ബട്ടർഫ്ലൈ വരുമോ. പണ്ടൊക്കെ നമ്മൾ ഈ ചെടി കണ്ടിട്ടുണ്ടെങ്കിലും അതിന് ചുറ്റും ബട്ടർഫ്ലൈ ഉണ്ടോയെന്നൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനൊരു പ്രചാരം കിട്ടിയപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്കൊരാവേശം, ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ വരുമോ. അപ്പോൾ എൻ്റെ പരീക്ഷണം അതാണ്. കാരണം നമ്മുടെ കാട്ടുചെടികളെല്ലാം ഇപ്പം നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുകയാണ്. അതിലൊന്നാണിത്. എന്തായാലും ഞാനിത് നടാം. ഇത് വളർന്ന് പൂവാകുമ്പോഴത്തേക്ക് അതിനകത്ത് ബട്ടർഫ്ലൈ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ ഒരു ആവേശ കൂടുതൽ കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. നോക്കിക്കേ, നല്ല രസമായിട്ട് കിളിർത്തിരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ചെന്നൈ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സ്റ്റൈലായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമില്ലേ ഈ തൈയൊക്കെ കാണാൻ.